ഇറാൻ യുദ്ധം അതിൻ്റെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇറാനും ഇസ്രായേലിനും പുറമെ മറ്റു വ്യത്യസ്ത രാജ്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാടധികം പ്രശ്നങ്ങളാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സാധാരണക്കാർക്ക് വരെ അവിടെ ജീവൻ പോലും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ട് UAE പോലും പതിയെ ഇറാന് നേർക്ക് തിരിയുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചൈന വരെ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി തുടങ്ങുന്നുണ്ടോ എന്നൊരവസ്ഥയിലേക്ക് പതിയെ പതിയെ എത്തുന്നുണ്ട്. അമേരിക്ക ഉദ്ദേശിച്ച കാര്യങ്ങൾ അതുപോലെ നടക്കാത്തൊരു സ്ഥിതിവിശേഷമാണോ ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും ഈ ഒരു വീഡിയോയിലൂടെ വിശദമായ രീതിയിൽ ഈ 5 ദിവസങ്ങൾക്കുള്ളിൽ എന്തൊക്കെയാണ് ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളത്, എസ്പെഷ്യലി ലാസ്റ്റ് 24 മണിക്കൂറിൽ എന്തെല്ലാമാണ് ഈ യുദ്ധമുഖത്ത് അരങ്ങേറിയിട്ടുള്ളത് എന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത ലോകരാജ്യങ്ങളുടെ നിലപാടിപ്പോൾ എന്താണ് എന്നും ചൈന ഉൾപ്പെടെ എന്താണ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുള്ള നിലപാട് എന്നും UAE ഇറാന് നേർക്ക് തിരിയാൻ പോവുകയാണോ എന്നും ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വിഷയങ്ങൾക്കെല്ലാം കാരണക്കാരനായി മാറിയിട്ടുള്ളത് സൗദി അറേബ്യയാണോ, സൗദിയുടെ കുതന്ത്രങ്ങളാണോ യുദ്ധം തുടങ്ങാൻ കാരണമായിട്ടുള്ളത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വിശദമായ രീതിയിൽ തന്നെ നമുക്ക് പരിശോധിക്കാം. വെൽക്കം back to AF World. Aflu here. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, എങ്ങനെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാമെന്ന് പലരും ചോദിക്കാറുണ്ട്. നിയമപരമായി തന്നെ ധാരാളം പണം കണ്ടെത്താനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഉയർച്ചയിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള താഴ്ചകളിലും ഒരുപോലെ നമുക്ക് വലിയ രീതിയിൽ തന്നെ പണം നേടാനായിട്ട് സാധിക്കും. ഇതിന് പറ്റിയൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് മാർക്കറ്റ് വോൾഫ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇന്ന് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ആപ്പാണിത്. എങ്ങനെ ഇത് ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരാം. നമ്മൾ ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിനകത്ത് ഫോളോ ട്രെൻഡ് ഫീച്ചർ കാണാൻ സാധിക്കും. നിലവിൽ ആളുകൾ ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡുകൾ ലൈവായിട്ട് നമുക്ക് കാണാനും ഒറ്റ ക്ലിക്കിൽ നമുക്കതിനെ ഫോളോ ചെയ്യാനും സാധിക്കും. ഞാനിവിടെ ഫോളോ ട്രെൻഡ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രേഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മറ്റുള്ള ആപ്പുകളെ അപേക്ഷിച്ച് 3 ഇരട്ടിയിലധികം കുറഞ്ഞ തുകയിൽ തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ ട്രേഡിംഗ് ആരംഭിക്കാവുന്നതാണ്. മാത്രമല്ല വലിയ നഷ്ടം സംഭവിക്കുമെന്ന പേടിയുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഇതിനകത്ത് സ്റ്റോപ്പ് ലോസ് ഫീച്ചർ ഉണ്ട്. നഷ്ടം ഒരു പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ ആ ഒരു ട്രേഡ് ക്ലോസ് ആകുന്നതായിരിക്കും. ഇതിലൂടെ വലിയ നഷ്ടം നമുക്ക് സംഭവിക്കുന്നതിൽ തടയാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ട്രേഡ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്യുന്നു. 2065 രൂപയുടെ പ്രോഫിറ്റ് നമ്മളിവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വർണം, വെള്ളി, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയിട്ടുള്ള കമ്മോഡിറ്റീസിലും രാവിലെ 9 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ വളരെ എളുപ്പത്തിൽ തന്നെ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിലൂടെ ആളുകൾ നേടിയിട്ടുള്ള പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിലെ 3 ആഴ്ചയിൽ തന്നെ 39,363 രൂപ, ഒറ്റ ദിവസത്തിൽ തന്നെ 15,239 രൂപ, 2025 വർഷത്തിലെ കണക്കിൽ 5,03,940 രൂപ, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇതിനൊന്നും തന്നെ മാർക്കറ്റ് വോൾഫ് യാതൊരു വിധത്തിലുള്ള കമ്മീഷൻസും എടുക്കുന്നില്ല എന്നതാണ്. വെറും 99 രൂപയുടെ വൺ ടൈം ഫീല് ഈ സൗകര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കും ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ഓൾറെഡി 2 മില്യണിലധികം ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് വോൾഫ് ആപ്പ് ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ഇത് നിങ്ങളുടെ അവസരമാണ്. ലിങ്കും മറ്റു കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയെ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് യുദ്ധം തുടങ്ങി 5ാമത്തെ ദിവസത്തിലെത്തുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളത്, എത്രത്തോളം മരണങ്ങളാണ് വ്യത്യസ്ത രാജ്യങ്ങളിലായിട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളത് എന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് 24 മണിക്കൂറിൽ യുദ്ധമുഖത്ത് അരങ്ങേറിയിട്ടുള്ള വ്യത്യസ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ലോകരാജ്യങ്ങൾക്ക്, ചൈന ഉൾപ്പെടെയുള്ള വ്യത്യസ്ത രാജ്യങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സ്റ്റാൻഡ് എന്താണ്, അവരുടെ നിലപാട് എന്താണ്, ഏതൊരു രീതിയിലാണ് അവരിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ UAE അടുത്തതായിട്ട് ഇനി എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത്, യുദ്ധത്തിലേക്ക് അവർ ഇറങ്ങാൻ പോകുന്നുണ്ടോ എന്ന കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സൗദി അറേബ്യക്ക് നിലവിലെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള പങ്കിനെ കുറിച്ചും വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നിലവിലുള്ള ഡെത്ത് ടോൾസ്, എത്രത്തോളം മരണങ്ങൾ സംഭവിച്ചു എന്ന കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഏറ്റവും അധികം മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളത് നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ഇറാനിൽ തന്നെയാണ്. ഇതിനോടകം തന്നെ 787 മരണങ്ങളാണ് ഇതിനോടകം സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയുന്നത് പോലെ തന്നെ ആ കൂട്ടത്തിൽ ഇറാൻ്റെ സുപ്രീം ലീഡറുമുണ്ട്, 40-ലധികം വരുന്ന സീനിയർ ഒഫീഷ്യൽസുമുണ്ട്. അതോടൊപ്പം 150-ലധികം വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ കൂടെ ഉൾപ്പെടുന്നുണ്ട്.
മിനാവിലെ സ്കൂളിന് നേർക്ക് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിലാണ് ഈ കുട്ടികളൊക്കെ തന്നെയും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്, കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വലിയ രീതിയിൽ തന്നെ ഉയർന്നു വരുന്ന ഒരു ചർച്ചാ വിഷയം, വളരെ പ്രിസൈസ് ആയിട്ടുള്ള രീതിയിൽ തങ്ങളുടെ ടാർഗറ്റിനെ ലോക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്ന സംവിധാനങ്ങൾ ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ US-ൻ്റെയും പക്കൽ ഉണ്ടായിട്ടുകൂടെ, എന്തുകൊണ്ട് അവർ ഇത്തരത്തിലൊരു സ്കൂളിന് നേർക്ക് ആക്രമണം അഴിച്ചുവിട്ടു, ഒരു മിസൈൽ ആക്രമണം നടത്തി എന്ന് പറയുന്നത് തന്നെയാണ്. ഈ കുട്ടികളൊക്കെ തന്നെയും മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ വേണ്ടി എടുത്ത കുഴികളുടെ ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ഒരു അടിക്കുറിപ്പോട് കൂടെ അത് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. ട്രംപ് വാഗ്ദാനം ചെയ്ത വിമോചനം ഇങ്ങനെയൊക്കെയാണ് എന്നൊരു അടിക്കുറിപ്പോട് കൂടിയാണ് അദ്ദേഹം ആ പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത്. ലോക മനസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്കൊക്കെ തന്നെയും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് യുദ്ധത്തിൽ പെട്ടുകൊണ്ട് വളരെ പാവപ്പെട്ട ഇതൊന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു എന്ന് പറയുന്ന ഒരു കാര്യം. അത്തരത്തിൽ ഒരു കാര്യം ഇവിടെയും സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ലെബനന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അടുത്ത ഏറ്റവും അധികം ആളുകൾ മരണപ്പെട്ടിട്ടുള്ളത് ലെബനനിലാണ്. 63-ലധികം മരണങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിലാണ് ഈ മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്തിനാണ് ലെബനനിലേക്ക് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അത് ഹൂത്തി വിമതരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ ഇറാന്റെ പ്രോക്സികളാണ് ഹൂത്തികൾ. അപ്പോൾ ഈ ഹൂത്തികൾക്കെതിരായിട്ട് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിലാണ് 63 ആളുകൾ അവിടെ കൊല ചെയ്യപ്പെട്ടുള്ളത്. ബെയ്റൂട്ടിലേക്കും അതുപോലെ തന്നെ ബാൽബാക്കിലേക്കും ഒക്കെ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് വരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലാണ് ഇത്രയും അധികം ആളുകൾക്ക് അവിടെ ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഇനി ഇസ്രായേലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 12-ലധികം മരണങ്ങളാണ് ഇതിനോടകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ അയൺ ഡോം എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഇസ്രായേലിന് ഉണ്ടായിട്ട് പോലും അതിനെപ്പോലും മറികടക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാൻ ഇസ്രായേലിലേക്ക് അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ചില വീഡിയോകളൊക്കെ തന്നെയും കണ്ടിട്ടുണ്ടായിരുന്നു. ചില സൂപ്പർസോണിക് മിസൈലുകളൊക്കെ ഇറാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ. അപ്പം അത്രയും ശക്തമായ രീതിയിലുള്ള ആക്രമണം ഇറാൻ ഇസ്രായേലിന് നേർക്ക് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പെട്ടുകൊണ്ടാണ് ഇത്രയും മരണം അവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇനി കുവൈത്തിലേക്ക് വരുമ്പോൾ അവിടെ 7 ആളുകളാണ് മരണപ്പെട്ടുള്ളത്. ഈ 7 ആളുകളുടെ കാര്യം പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ 6 US സൈനികരാണ്. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് ഈ 6 സൈനികർക്ക് അവിടെ മരണം സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല ഒരു സിവിലിയൻ കൂടെ കുവൈത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. UAEയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മരണസംഖ്യ എന്ന് പറയുന്നത് 3 ആണ്. മാത്രമല്ല ഈ ഡ്രോണുകളുടെയും അതുപോലെ തന്നെ മിസൈലുകളുടെയും ഡെബ്രീസ് പതിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പരിക്കുകൾ കൂടെ UAEയിൽ അംഗീകാരമായിട്ട് പ്രത്യേകിച്ച് അബുദാബിയിലും അതുപോലെ തന്നെ പാം സൈഡിലൊക്കെ തന്നെയും പല ആളുകൾക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇറാഖിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ അവിടെ ഇതിനോടകം 2 ആളുകളാണ് മരണപ്പെട്ടുള്ളത്. ബഹ്റൈനിൽ 1 മരണവുമാണ് ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇനി ലാസ്റ്റ് 24 മണിക്കൂറിൽ അവസാന 24 മണിക്കൂറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിലേക്ക് വരാം. അവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്ന ഒന്ന് ഇറാന്റെ സുപ്രീം ലീഡറുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഒരു വലിയ ഭീഷണിയുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇറാനിൽ നിന്ന് അടുത്ത സുപ്രീം കമാൻഡറായിട്ട് ആര് വന്നു കഴിഞ്ഞാലും അവരെ ഞങ്ങൾ വധിച്ചു കളയും എന്നൊരു ഭീഷണിയാണ് പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അലി റസ അറഫി എന്ന് പറയുന്ന വ്യക്തിയാണ് താൽക്കാലിക സുപ്രീം കമാൻഡറായിട്ട് അവിടെ ചാർജ് ഏറ്റെടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അടുത്തൊരു സുപ്രീം കമാൻഡറായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരാമർശിച്ചതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അലി ഖമേനിയുടെ മകനായിട്ടുള്ള മുജ്തബ ഖമേനി തന്നെയാണ്. ഇവിടെ ഈ ഖമേനി എന്ന് പറയുന്ന പദം പലരും പല രീതിയിൽ ഉച്ചരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇത് അറബിയിലൊക്കെ വരുന്ന സമയത്ത് കംനായി എന്നാണ് എഴുതുന്നതെങ്കിലും നമ്മളത് മലയാളത്തിലും മറ്റു ഭാഷയിലേക്കൊക്കെ നമ്മൾ വായിക്കുന്ന അവസരത്തിൽ ഖമേനി എന്നും ഖംനൈ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് വരുന്നത്. എന്തൊക്കെ തന്നെയായാലും മുജ്തബ ഖമേനിയാണ് അല്ലെങ്കിൽ മുജ്തബ ഖംനയാണ് അടുത്തൊരു സുപ്രീം കമാൻഡറായിട്ട് വരാനുള്ള സാധ്യതയായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഇറാനിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു വലിയ വിലാപയാത്രയാണ്, 3 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വിലാപയാത്രയാണ് ഖമേനിയുടെ മൃതദേഹം അടക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ശക്തമായ രീതിയിലുള്ള ആക്രമണം ടെഹ്റാന് നേർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേലും US-ഉം സംയുക്തമായ രീതിയിൽ തന്നെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം ഇറാന്റെ എല്ലാ വിധത്തിലുള്ള എയർ ഡിഫൻസ് സംവിധാനങ്ങളെയും ഞങ്ങൾ തകർത്തെറിഞ്ഞു, ഇറാന്റെ ആകാശം ഇനി ഞങ്ങൾക്ക് സ്വന്തമാണ് എന്ന രീതിയിൽ പോലുമുള്ള വലിയ രീതിയിലുള്ള വാദങ്ങൾ US ഉന്നയിക്കുന്നുണ്ട്.
അപ്പം ഏത് സമയത്ത് വേണമെങ്കിലും ബോംബും മിസൈലും ഒക്കെ പതിക്കാം എന്നൊരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ട് പോലും ഈ ആയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ടെഹ്റാനിൽ തടിച്ചുകൂടിയതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് US നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു, ഓൾറെഡി ഇറാനിലൊരു ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ സുപ്രീം കമാൻഡർ കൂടെ കൊല ചെയ്യപ്പെടുന്ന അവസരം നിങ്ങൾക്ക് മുതലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു ഗവൺമെന്റിനെ അവിടെ രൂപീകരിക്കാം, ഒരു ഭരണമാറ്റം വളരെ എളുപ്പത്തിൽ തന്നെ അവിടെ കൊണ്ടുവരാൻ സാധിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ അവിടെ US പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊരു കാര്യമാണ് ഇറാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും അവിടുത്തെ ആളുകളുടെ പെരുമാറ്റങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ ഈ വിലാപ ചടങ്ങുകളുടെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഒത്തുചേർന്ന കാഴ്ചകളാണ് അവിടെ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആക്രമണങ്ങളുടെ കാര്യത്തിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആക്രമണങ്ങൾ പിന്നെയും ശക്തമാകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത്. ടെഹ്റാൻ തീർത്തും കത്തുന്ന ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഇറാന് നേർക്ക്, ടെഹ്റാനും മറ്റു മേഖലകൾക്കും നേർക്ക് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രസിഡൻഷ്യൽ ഓഫീസും ആഭ്യന്തര സുരക്ഷാ കമാൻഡ് സെന്ററുകളും ഒക്കെ തന്നെ ഇതിനോടകം തകർക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ടെഹ്റാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ആണവ കേന്ദ്രങ്ങൾക്ക് നേർക്കും ശക്തമായ ആക്രമണങ്ങൾ ഇതിനോടകം തന്നെ അവർ അഴിച്ചുവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇറാന്റെ രഹസ്യ ആണവ കേന്ദ്രമായിട്ടുള്ള മിൻസാദെഹി കോമ്പൗണ്ട് ഒക്കെ തന്നെയും ആക്രമണം നേരിട്ടു എന്ന രീതിയിൽ ഇസ്രായേൽ സൈന്യം ഇതിനോടകം തന്നെ അറിയിപ്പുകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് നാവികസേനയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇറാന്റെ 17ഓളം വരുന്ന കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ പൂർണ്ണമായിട്ടും ഇതിനോടകം തകർത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അറേബ്യൻ കടലിൽ ഇറാന്റെ ചലിക്കുന്ന ഒരൊറ്റ കപ്പൽ പോലും ഇല്ല എന്നൊരു വാദമാണ് US ഇതിനോടകം തന്നെ മുന്നോട്ടേക്ക് വെച്ച് കഴിഞ്ഞിട്ടുള്ളത്. നാവികസേന പൂർണ്ണമായിട്ടും തങ്ങൾ തകർത്തെറിഞ്ഞു എന്ന രീതിയിൽ തന്നെയാണ് US ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ 24 മണിക്കൂറിൽ US സൈഡിൽ നിന്ന് ഒരുപാടധികം വീഡിയോ ഫുട്ടേജുകൾ പുറത്തു വന്നതായിട്ട് നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവരുടെ എയർ ഡിഫൻസ് സംവിധാനങ്ങളെ, അവരുടെ മിസൈൽ ലോഞ്ചിങ് സംവിധാനങ്ങളെ ഒക്കെ തന്നെയും തകർത്തെറിയുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാടധികം വീഡിയോകളും മറ്റുമൊക്കെ US സൈന്യം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു അനന്തരഫലമായിട്ട് തന്നെയാണ് ഇറാന്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങളെ പൂർണ്ണമായും ഞങ്ങൾ തകർത്തു കഴിഞ്ഞു എന്ന രീതിയിലൊക്കെ തന്നെയും US അറിയിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല വലിയ രീതിയിൽ തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്ന പുറത്തു വന്ന മറ്റൊരു വീഡിയോ എന്ന് പറയുന്നത് 3 US ജെറ്റുകൾ തകർക്കപ്പെടുന്നതാണ്. അത് തകർത്തിട്ടുണ്ടായിരുന്നത് കുവൈത്ത് ആയിരുന്നു. US ഇതിനുള്ള വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നത് ഇതൊരു ഫ്രണ്ട്ലി ഫൈറ്റ് ആണ് എന്ന രീതിയിലാണ്. അതായത് ആള് മാറി നടത്തിയിട്ടുള്ള ഒരു അറ്റാക്കിലാണ് ഈ 3 ഫൈറ്റർ ജെറ്റുകൾ തകർക്കപ്പെട്ടിട്ടുള്ളത് എന്നൊരു രീതിയിലാണ് അവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഇതിലുണ്ടായിരുന്ന പൈലറ്റ്മാരൊക്കെ തന്നെയും സുരക്ഷിതരാണ്. ഇനി ഇറാന്റെ തിരിച്ചടിയെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ US താവളങ്ങൾക്ക് നേർക്ക് ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഇറാൻ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ മാത്രം 40-ലധികം മിസൈലുകൾ അതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഖത്തറിലെ അൽ ഉബൈദ വ്യോമയാന താവളത്തിലൊക്കെ തന്നെയും ഒരു ബാലിസ്റ്റിക് മിസൈൽ പതിച്ചെങ്കിലും വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അതുപോലെ തന്നെ ഇനി UAEയിലും ദുബായിയുടെ സൈഡിലേക്ക് വരുമ്പോൾ അവിടെയുള്ള US കോൺസുലേറ്റിന് സമീപം ഡ്രോൺ ആക്രമണവും അതുപോലെ ബുർജ് അൽ അറബിന് സമീപം മിസൈൽ അവശിഷ്ടങ്ങളും ഒക്കെ പതിക്കുന്ന കാഴ്ചകളാണ് UAEയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ പോയിക്കൊണ്ടിരുന്ന അതേ രീതിയിൽ തന്നെ US ബേസുകളെ കൃത്യമായ രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിലിപ്പോൾ US കോൺസുലേറ്റുകളെയും US എംബസികളെയും കൂടെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോലും മാറിയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇറാന്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഹോർമസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ ഇപ്പോഴും പൂർണ്ണമായിട്ടും ഹോർമസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാൻ ഏറ്റെടുത്ത് പൂർണ്ണമായും അത് ക്ലോസ് ചെയ്ത് തന്നെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിലൂടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ചതുപോലെ തന്നെ ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിൻ്റെ 20% ഇതിനോടകം തന്നെ തടസ്സപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. ചരക്ക് ഗതാഗതത്തെയും ഒക്കെ ഇത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വിലയിലും വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ലോക രാജ്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ നിലപാടുകൾ, ഏതൊക്കെ രാജ്യങ്ങൾ ഇനി യുദ്ധമുഖത്തേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ രീതിയിൽ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ 24 മണിക്കൂറിനിടക്ക് പുറത്തു വന്ന വലിയ വാർത്തയായിരുന്നു യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൈന നടത്തിയിട്ടുണ്ടായിരുന്ന അവരുടെ പ്രതികരണങ്ങൾ.
ഈ വിഷയത്തിൽ ചൈന പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഒരു ലംഘനമാണ് US-ഉം അതുപോലെ തന്നെ ഇസ്രായേലും ഇവിടെ നടത്തി കഴിഞ്ഞിട്ടുള്ളത് എന്ന രീതിയിലാണ്. മാത്രമല്ല ഇറാന്റെ പരമാധികാരവും സുരക്ഷയും ദേശീയ അന്തസ്സുമൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചൈന ഒപ്പം ഉണ്ടാകും എന്നൊരു വാഗ്ദാനം കൂടെ ചൈന ഇതിനോടകം ഇറാന് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം ഒമാൻ, ഫ്രാൻസ്, ഇറാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ഒരു അടിയന്തര ചർച്ച കൂടെ ചൈനീസ് വിദേശകാര്യമന്ത്രി നടത്തിയിട്ടുണ്ടായിരുന്നു. സൈനിക നടപടികൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ചൈന അമേരിക്കയോടും അതുപോലെ തന്നെ ഇസ്രായേലിനോടും ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട് ചൈന ഇത്തരമൊരു നിലപാടെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ളൊരു ബന്ധമാണ് ചൈനയും ഇറാനും ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിട്ട് കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അത് എണ്ണയുമായി ബന്ധപ്പെട്ടാണെങ്കിലും മറ്റു വ്യത്യസ്ത മേഖലകളുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ തന്നെയും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പരാമർശിച്ചതുപോലെ അവർക്കിടയിലുള്ള ഒരു സുതാര്യമായ നല്ലൊരു ബന്ധം മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പം ഇറാനിൽ ഇത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇറാൻ്റെ എണ്ണ ചൈനയിലേക്ക് എത്താതെ വരുമ്പോൾ അതൊക്കെ തന്നെയും ചൈനയെ കൂടെ ബാധിക്കുന്ന വിഷയങ്ങളായിട്ട് മാറുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ചൈന ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയതിൽ നമുക്ക് കാര്യമായിട്ട് അത്ഭുതപ്പെടേണ്ടതായിട്ടൊന്നും തന്നെയില്ല. ഇനി ഒമാന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒമാൻ നിരന്തരമായിട്ട് US-ൻ്റെയും അതുപോലെ തന്നെ ഇറാൻ്റെയും ഇടയിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു. മധ്യസ്ഥ ചർച്ചകൾക്ക് വേദി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ജനീവയിൽ ആണവ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കെയാണ് നിലവിലിപ്പോൾ ഈ ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇതിനൊരു വിഡ്ഢിത്തപരമായിട്ടുള്ള തീരുമാനം എന്ന രീതിയിൽ വിശേഷിപ്പിക്കുകയാണ് ഒമാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമാധാനത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അവരുടെ പക്കൽ നിന്നൊക്കെ തന്നെയും അവർ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോഴും നയതന്ത്ര വഴികൾ തുറന്നു കിടക്കുകയാണെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദു സയ്യിദ് അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട്. ഉടൻ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹം ആവശ്യപ്പെടുക കൂടെ ചെയ്യുന്നുണ്ട്. ഇനി UAE ഭാഗത്തേക്ക് വരുമ്പോൾ US ബേസുകൾ UAE ഉണ്ട് എന്നൊരു കാര്യം കൊണ്ട് തന്നെയാണ് ഇന്ന് ശക്തമായ രീതിയിലുള്ള അറ്റാക്കുകൾക്ക്, ഇറാൻ്റെ ആക്രമണങ്ങൾക്ക് UAE ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെവരെയും സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി മലയാളികളെ, കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒക്കെ തന്നെയും ബന്ധുമിത്രാദികളിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഗൾഫ് കൺട്രീസിലുണ്ട്, എസ്പെഷ്യലി UAE-യിലുണ്ട്, ദുബായിലായിട്ടുണ്ട്. അപ്പം ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണമൊക്കെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾക്കും ചെറിയ രീതിയിലെങ്കിലൊക്കെ ഒരു ഭീതി ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതിൽ തന്നെ മാധ്യമങ്ങൾ വലിയ രീതിയിലാണ് ഓരോ മണിക്കൂറിലും ഈ വിഷയങ്ങൾ ഊതിപ്പെരുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലുള്ള കാര്യങ്ങൾ റേറ്റിങ്ങിന് വേണ്ടി പോലും വലിയ രീതിയിലുള്ളൊരു ഊതിപ്പെരുപ്പിക്കലുകളിലൂടെയാണ് നമ്മുടെ നാട്ടിലെ എസ്പെഷ്യലി മലയാളം മാധ്യമങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെയും നമ്മൾ മലയാളികളായിട്ടുള്ള ബന്ധുമിത്രാദികൾ ദുബായിലും UAE-യിലും ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക് ആദികൾ കൂട്ടുന്ന കാര്യം തന്നെയാണ്. ഇവിടെ UAE-യിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഇതുവരെ 800ഓളം മിസൈലുകളും ഒരുപാടധികം ഡ്രോണുകളും UAE തടഞ്ഞു കഴിഞ്ഞതായിട്ട് UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ശക്തമായിട്ടുള്ള എയർ ഡിഫൻസ് സംവിധാനങ്ങൾ UAE-ക്കുണ്ട് എന്നൊരു കാര്യം കൊണ്ട് തന്നെ വലിയൊരു ആശങ്കയ്ക്ക് നിലവിലേതായാലും സ്ഥാനമില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ഈ ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാനോടുള്ള സമീപനത്തെ UAE ഒന്ന് കടുപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ 24 മണിക്കൂറിലായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ടെഹ്റാനിലുള്ള തങ്ങളുടെ എംബസി UAE ഔദ്യോഗികമായിട്ട് അടക്കുകയും നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെ തിരിച്ചു വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ, തിരിച്ചടിക്കാനുള്ള നിയമപരമായിട്ടുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടെ UAE ഇറാന് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് മറ്റു രാജ്യങ്ങളെക്കാളൊക്കെ തന്നെയും ശക്തമായ രീതിയിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് UAE-ക്ക് നേർക്ക് ഇറാൻ ഇന്ന് അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടൊക്കെ തന്നെയാണ് പൂർണ്ണമായിട്ടും ഒരു പ്രതിരോധം തീർത്ത് മുന്നോട്ടേക്ക് പോവുക എന്നതിനൊരുപടി മുകളിലായിട്ട് ഇത്തരം ചില ഭീഷണിയുടെ വാദങ്ങളുമായിട്ട് UAE ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം UAE-യെ കൂടെ ഇതിൽ പങ്കു ചേർക്കുക, യുദ്ധത്തിൻ്റെ ഭാഗവത്താക്കുക, അതിലൂടെ US-ന് മേൽ പോലും ശക്തമായ സമ്മർദ്ദം ചെലുത്തുക എന്ന് പറയുന്നത് അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇത് എന്തായിത്തീരും, എങ്ങനെയാണ് ഇതിന് മുന്നോട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാല യുദ്ധം നടത്തി അവർക്ക് പരിചയ സമ്പത്തുണ്ട്. എസ്പെഷ്യലി ഇറാൻ യുദ്ധത്തിലൊക്കെ തന്നെയും 8 വർഷത്തോളം നീണ്ടു നിന്ന യുദ്ധമാണ് അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ US-ന് വലിയ താല്പര്യമില്ല എന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ നിലവിൽ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നുണ്ട്.
സാധിക്കുന്നുണ്ട്. മറ്റു വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ തന്നെയും ഈ വിഷയത്തിൽ പ്രഷറൈസ് ചെയ്ത് മുന്നോട്ടേക്ക് വരുമ്പോൾ ഒമാനും UAE ഒക്കെ തന്നെയും മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ടേക്ക് വരുമ്പോൾ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ലോകം ഇപ്പോൾ ഈ യുദ്ധത്തെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൗദിയുടെ പങ്കിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വാഷിങ്ടൺ പോസ്റ്റ് പോലുള്ള പല മുഖ്യധാര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു US-നെ ഈ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുന്ന കാര്യത്തിൽ വലിയ രീതിയിൽ ഇസ്രായേലും അതുപോലെ തന്നെ സൗദിയും പ്രഷർ ചെയ്തിട്ടുണ്ടായിരുന്നു, നിരന്തരമായിട്ട് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നൊരു കാര്യം. അപ്പം അതിൽ ആഴ്ചകളോളമായിട്ട് ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടി അവർ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്ന രീതിയിലാണ് വാർത്തകളൊക്കെ തന്നെയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനെ നമ്മൾ മറ്റൊരു രീതിയിൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം തുടങ്ങുന്ന കാര്യത്തിൽ സൗദി അറേബ്യയുടെ പങ്ക് വളരെ വലുതായിരുന്നു എന്ന രീതിയിൽ തന്നെ പറയാം. ഇപ്പം ഉയർന്നു വരുന്ന ചോദ്യം, എന്തുകൊണ്ട് സൗദി ഇത്തരം ഒരു കാര്യവുമായിട്ട് മുന്നോട്ടേക്ക് പോയി? എന്തിനാണ് US-ന് മേൽ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രഷർ യുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ട് സൗദി നൽകിയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നതാണ്. ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിലിന് ശേഷമുള്ളൊരു ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് വ്യത്യസ്ത പ്രൊജക്റ്റുകളുമായി, വ്യത്യസ്ത അടിപൊളിയായിട്ടുള്ള പ്രൊജക്റ്റുകളുമായിട്ടാണ് സൗദി അറേബ്യ ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവരുടെ പല പ്രൊജക്റ്റുകൾക്കും എതിരായിട്ട് വലിയൊരു വെല്ലുവിളിയായിട്ട് പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു വിഭാഗമാണ് ഹൂത്തികൾ, അതായത് ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള ഹൂത്തികൾ. ഈ ഹൂത്തികളെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നതും ഇറാൻ്റെ സ്വാധീനം, മിഡിൽ ഈസ്റ്റിലെ ഇറാൻ്റെ സ്വാധീനം കുറച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നതുമൊക്കെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവൈവലിൻ്റെ, അവരുടെ മുന്നോട്ടേക്കുള്ള സുഗമമായിട്ടുള്ള ഭാവിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിലവിലുള്ള ഭരണത്തിൽ വ്യത്യസ്ത മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ, നിലവിലുള്ള ഭരണകൂടത്തിൽ ഒരു അട്ടിമറി ഉണ്ടായിട്ട് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഒക്കെ തന്നെയും ഇറാനിൽ വന്നു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മുസ്ലിം കൺട്രി എന്ന രീതിയിലേക്ക് സൗദി അറേബ്യക്ക് മാറി വരാനും ഈ ഹൂത്തികളെ പോലുള്ള പ്രോക്സികളുടെ പ്രശ്നങ്ങളിൽ നിന്ന് സർവൈവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനും ഒക്കെ തന്നെ ഒരുപോലെ സാധിക്കുന്നതായിരിക്കും. സോ എന്തുകൊണ്ട് യുദ്ധം തുടങ്ങാൻ വേണ്ടി സൗദി അറേബ്യ വെമ്പൽ കൂട്ടിയെന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഈ ഒറ്റ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് US-ന് തങ്ങളുടെ വ്യോമപാതയോ അല്ലെങ്കിൽ തങ്ങളുടെ സൈനിക താവളങ്ങളോ ഒന്നും തന്നെ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി വിട്ട് നൽകില്ല എന്നൊരു നിലപാടാണ്, ഒരു നിഷ്പക്ഷമായ നിലപാടാണ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗദി അറേബ്യ സ്വീകരിച്ചിട്ടുള്ളത്. എങ്കിൽ കൂടെയും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സൗദി അറേബ്യയിലെ ഓയിൽ റിഫൈനറിക്കും അതുപോലെ തന്നെ US ബേസിനും അതുപോലെ റിയാദിൻ്റെ മേഖലയിലേക്കുമൊക്കെ ഇറാൻ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യങ്ങൾ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ഇതൊക്കെ നമ്മൾ മുന്നേ പരാമർശിച്ചതുപോലെ തന്നെ US-ന് മാക്സിമം പ്രഷർ കൊടുക്കുക എന്നൊരു കാര്യത്തിന് മേൽ അവർ കൊണ്ടുവന്ന അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യാണ്. വളരെ കൃത്യമായ രീതിയിൽ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ലാസ്റ്റ് 24 മണിക്കൂറിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാണും എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് നിങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനുണ്ട്. ഓരോ ദിവസവും ഓരോ വീഡിയോകളായിട്ട്. പ്രധാനമായിട്ടും അതിലുള്ള കാരണം എന്ന് പറയുന്നത്, ബാക്കിയുള്ള മാധ്യമങ്ങളിൽ ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും ഒരുപാടധികം വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫാക്ട് ചെക്കും മറ്റൊക്കെ ചെയ്ത് നമ്മൾ പോകുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം കൃത്യമായിട്ടുള്ള ഫാക്റ്റും ഡാറ്റയും ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഓരോ 24 മണിക്കൂറിലും യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ഓരോ ദിവസവും ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്ത് അങ്ങനെ പോകാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യും, നമുക്ക് അത്തരത്തിൽ തന്നെ വീഡിയോകൾ ചെയ്യാം. മാത്രമല്ല വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച മാർക്കറ്റ് വോൾഫ് ആപ്പിൻ്റെ കാര്യം മറക്കണ്ട. 2 മില്യണിലധികം ആളുകൾ ഡൗൺലോഡ് ചെയ്ത ഈ ഒരു ആപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും നല്ല ഒരുപാട് വീഡിയോസുമായി കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ബൈ.